കേരളത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ നിസ്തുലമായ പങ്കുവഹിക്കുന്ന വിഭാഗമാണ് പ്രവാസികൾ. ആ പ്രവാസികളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദം കേരളം പിന്നിട്ടത്. പ്രവാസികളെ കേവലം നാട്ടിലേക്ക് പണമയക്കുന്ന ഒരു കൂട്ടരായി മാത്രം കണ്ടൊരു കാലമുണ്ടായിരുന്നു. അതിനു പകരം നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമായി പ്രവാസികളെ ഈ കാലയളവിൽ മാറ്റാൻ കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷിതമായ, സുതാര്യമായ യാത്രയിൽ നല്ല പങ്കാളിത്തമാണ് പൊതുവെ പ്രവാസികൾ വഹിച്ചിരുന്നത്. ഇവിടെ വിദേശ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. അതിലെല്ലാം സുതാര്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, അവിടെ ജോലിയെടുക്കുന്ന ആളുകൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവർക്കാവശ്യമായ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഫലപ്രദമായ നടപടികളും സ്വീകരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസി ക്ഷേമത്തിനായുള്ള ബജറ്റ് വിഹിതം കഴിഞ്ഞ 10 വർഷം എടുത്താൽ 5 ഇരട്ടിയിലധികം വർധനവുണ്ടായി എന്നാണ് കാണാൻ സാധിക്കുക. ഇത്തരത്തിൽ പ്രവാസി ക്ഷേമം സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയായി മാറുകയുണ്ടായി. ഇതിൻ്റെ മറ്റൊരു ഭാഗം പരിശോധിച്ചാൽ വളരെ ചെറിയൊരു വകുപ്പായിരുന്നു നോർക്ക. എന്നാൽ ഇന്ന് ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം വെച്ച് വലിയ വകുപ്പായി നോർക്ക വകുപ്പ് മാറി എന്നതാണ് നമ്മുടെ അനുഭവം. ഇപ്പോൾ നോർക്ക കെയർ ഇൻഷുറൻസ് വഴി ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനും മടങ്ങിയെത്തിയവർക്ക് പുനരധിവാസ സഹായം നൽകാനും കഴിയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിരുന്നു ലോ കേരള സഭാ രൂപീകരണം. സംസ്ഥാനത്തെ നിയമസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും അതോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി സഹോദരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഉൾക്കൊള്ളുന്ന ഒരു സഭയാണിത്. ആ സഭ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. പ്രവാസി പ്രശ്നങ്ങൾ മാത്രമല്ല, നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളും അതിൽ ചർച്ച ചെയ്യുന്നു. ഒരുപാട് നിർദ്ദേശങ്ങൾ ലോ കേരള സഭയിലൂടെ സർക്കാരിന് മുന്നിലെത്തുന്നു. അത്തരം നിർദ്ദേശങ്ങൾ പലതും നടപ്പാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. ഇവിടെ പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങൾ രാജ്യത്തിന് വലിയ സംഭാവന ചെയ്യുന്നവരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗമായി പ്രവാസികൾ ചില ഘട്ടങ്ങളിൽ മാറുന്നു. യാത്രാവിഷമം വലിയ തോതിൽ അവരെ അലട്ടുന്ന കാര്യമാണ്. സാധാരണ തന്നെ ആ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫിൽ കഴിയുന്നവർ, വല്ലാത്ത ഉത്കണ്ഠയിലും ആശങ്കയിലും കഴിയുകയാണ്. യുദ്ധത്തിൻ്റെതായ സാഹചര്യം ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. സാധാരണ നിലയിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, വലിയ ചാർജ് നൽകേണ്ടി വരുന്നില്ല. ഒഴിവു സമയത്ത്, ഉത്സവ സമയത്ത്, മറ്റ് പ്രധാന സവിശേഷ ഘട്ടങ്ങളിലെല്ലാം നാട്ടിലേക്ക് വരുന്നവരാണ് പ്രവാസികൾ. അവർക്ക് അതിനെല്ലാം വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു. ഇത് സാധാരണക്കാരായ പ്രവാസികൾക്ക് വൻപിച്ച പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് പൊതുവെ കാണാൻ കഴിയുന്ന കാര്യം. അതോടൊപ്പം ഇപ്പോഴ് തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. സാധാരണ നാടിന്റെ എല്ലാ കാര്യങ്ങളിലും പ്രവാസി സഹോദരങ്ങൾ വലിയ താല്പര്യം കാണിക്കുന്നതാണ്. ഇന്നത്തെ നിലയിൽ വോട്ട് വന്നു ചെയ്യുക എന്നുള്ളത് ചിലർക്കെങ്കിലും പ്രയാസമായി മാറാനിടയുണ്ട്. ഏതായാലും കഴിഞ്ഞ 10 വർഷക്കാലം അതിന്റെ അനുഭവമുള്ളവരാണ് പ്രവാസികൾ. നല്ല രീതിയിലാണ് പ്രവാസി സമൂഹത്തെ പിന്താങ്ങാൻ LDF തയ്യാറായിട്ടുള്ളത്. പ്രവാസി സഹോദരങ്ങളും LDFനെ നല്ല നിലക്ക് പിന്താങ്ങുന്ന നിലയാണുണ്ടായിട്ടുള്ളത്. ഈ പ്രയാസകരമായ സാഹചര്യത്തിലും വോട്ടവകാശം ശരിയായി വിനിയോഗിക്കാനും അത് മറ്റുള്ളവരിലേക്ക് സന്ദേശമായി എത്തിക്കാനും നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ LDFനെ സഹായിക്കാനും എല്ലാ സഹോദരങ്ങളും തയ്യാറാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്.